നിഷി വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്ത, വിദേശത്ത് സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഏറ്റവും തിരക്ക് പിടിച്ച ഘട്ടത്തിലാണ് ചിത്രീകരണത്തിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ട് ദുബായിൽ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ആ നിഷി ഗോവിന്ദിന്റെ അഭിനയ പാഠം രുദ്രക്ക് ജീവൻ പകർന്നിട്ടുണ്ട്. നിഷി ഗോവിന്ദ് സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊരു മഹത് വ്യക്തി സൗത്ത് ഇന്ത്യൻ ഫിലിം വെൽഫെയർ യൂണിയൻ ചെയർമാൻ ശ്രീ ധനശേഖർ അവർകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രം വേഷമിട്ട ടോജോ മാഷ്, പ്രിയങ്കരനായ ടോജോ മാഷ് ഈ ചടങ്ങിലേക്ക് ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രുദ്ര എന്ന സിനിമയെ കുറിച്ച് ഒരുപാടൊന്നും പറയാൻ എനിക്കില്ല. ബിക്കോസ് പറയേണ്ടത് ഡയറക്ഷനാണ്. രുദ്ര എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. മുൻപ് കാലങ്ങളിൽ നമ്മൾ സജീവ് ഗുരുകുലം സാറിൻ്റെ സിനിമകളെല്ലാം കണ്ടിരിക്കുന്നത് സ്ത്രീപക്ഷ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് അദ്ദേഹം വിളിച്ച സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വന്നതും അഭിനയിച്ചതും. പിന്നെ ഇപ്പോൾ വിനയ സാറ് പറയുണ്ടായി പാഷനാണ്. അബ്സല്യൂട്ട്ലി അത് കറക്റ്റാണ്. ആ ഒരു പാഷൻ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി തന്നെ ഈ ഒരു സിനിമ വന്ന് ചെയ്യാൻ സാധിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് വിട്ടു നിൽക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് തന്നെ ഞാൻ വിട്ടു നിൽക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെയൊരു അവസരം, അതും ഒരു സ്ത്രീപക്ഷ സിനിമ, ഒരു കഥാപാത്രം, ഒരു ശക്തമായ കഥാപാത്രം കിട്ടിയപ്പോൾ അത് ചെയ്യണമെന്ന് വളരെ ആത്മമായിട്ട് ആഗ്രഹിച്ച് ജോലിയുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആ പാഷൻ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വന്ന് ചെയ്യുകയായിരുന്നു. അത് വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് എനിക്ക് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അദ്ദേഹം നന്നായിട്ട് ആ ഒരു ഗൈഡ് എനിക്ക് തന്നതുകൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഷൂട്ടിങ് മോസ്റ്റ് കൂടുതലായിട്ടും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് പിണറായിലായിരുന്നു. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നാട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പം അവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ജനങ്ങളും എല്ലാം തന്നെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇതിനു മുമ്പേ നമ്മൾ തിരുവനന്തപുരം പ്രസ് മീറ്റ് നടത്തി, അതുകൂടാതെ അതിനായിട്ട് മീഡിയ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയായിരുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിനയൻ സർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജനുവരി 16 രുദ്രയുടെ റിലീസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണമെന്നും, കൂടാതെ ഞങ്ങളുടെ ഈ സിനിമയെ ഒരു കൊച്ചു സിനിമ എന്ന് പറയാൻ പാടില്ല, എന്നാലും ഒരു പക്വമായിട്ടുള്ള നല്ലൊരു സിനിമ, ആ സിനിമയെ എല്ലാവരും വിജയിപ്പിക്കണമെന്നും എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരും ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, സിനിമയിലേക്ക് സജീവ് ഗുരുകുലം സാർ വിളിച്ചപ്പോൾ വന്നതും അഭിനയിച്ചതും ഒരു കുറച്ച് വർഷം മുമ്പ് ഞാൻ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കരിയറിൽ കുറച്ച് ബിസിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ദെൻ ഇപ്പോൾ ഇതുപോലെ ഒരു നല്ല ക്യാരക്ടർ വന്നപ്പോൾ സിനിമയെ പാഷനായി കൊണ്ടു നടക്കുന്ന എനിക്ക് അത് ചെയ്തേ മതിയാവും എന്നുള്ള തോന്നലുണ്ടാവുകയും വീണ്ടും വന്നത് ചെയ്യുകയുമായിരുന്നു. പിന്നെ രുദ്രയെ പറ്റി പറയുകയാണെങ്കിൽ രുദ്ര ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. കണ്ണകി എന്ന മൂവി എല്ലാവർക്കും അറിയാം. അതിൻ്റെ തിരക്കഥയിലെല്ലാം പ്രാധാന്യം വഹിച്ചിട്ടുള്ള അദ്ദേഹം ഡയറക്ടർ സജീവ് ഗുരുകുലം സർ. അതുകൂടാതെ തന്നെ 9ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾക്കറിയാം, കൂടുതലും ക്ലാസിക്കൽ മൂവികളും സ്ത്രീപക്ഷ സിനിമകളും തന്നെയാണ്.
അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തി ഇതുപോലെയുള്ള ഒരു മൂവിയിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവുകളെല്ലാം ആക്ച്വലി നമ്മുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു സിനിമയാണ്, എസ്പെഷ്യലി സ്ത്രീപക്ഷ സിനിമ. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട്. ഇപ്പം അതിൻ്റെ ജേണി പോയി റിലീസിൻ്റെ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ റിലീസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരും ഞങ്ങളോട് സഹകരിക്കണം. ഒരു കൊച്ചു സിനിമ, അത് വലിയൊരു സിനിമയ്ക്ക് തന്നെ നിങ്ങളെല്ലാവരും മാറ്റി തരണം. അതുകൊണ്ടാണ് എല്ലാവരുടെയും സഹകരണവും സന്തോഷവും എല്ലാം പ്രതീക്ഷിക്കുന്നു. പിന്നെ നായികയായിട്ട് ഒരു സ്ത്രീപക്ഷ സിനിമയിൽ മലയാള ഇൻഡസ്ട്രിയിലേക്ക് വന്ന എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ഒരു കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും ആവശ്യപ്പെടുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ആർക്കെല്ലാം തിരിച്ചു വയ്ക്കണമെങ്കിൽ ചെയ്യാം. സംവിധായകനോട് തന്നെ ആദ്യമായിട്ടൊരു ചോദ്യം. സംവിധായകൻ കണ്ണകി പോലുള്ള സിനിമകളെല്ലാം ചെയ്തു. ഇപ്പോൾ ഇതും വളരെ പൊളിറ്റിക്കൽ, ഇപ്പോൾ നേരത്തെ പറയുകയുണ്ടായി ഇതിൻ്റെ അകത്ത് വ്യക്തമായൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇത് നായിക പറഞ്ഞപ്പോൾ, നേരത്തെ സംസാരിച്ചപ്പോഴും ഇപ്പോൾ സംസാരിച്ചപ്പോഴും ഒരു 2-ൽ കൂടുതൽ തവണ പറഞ്ഞു സ്ത്രീപക്ഷ സിനിമ എന്ന്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമ അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസ്ക്രിമിനേഷൻ, ഈ കലയല്ലേ അതിലേക്ക് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അത് എന്നെ പരാമർശിച്ച് താങ്കൾ സംസാരിച്ചിരുന്നു. ഇപ്പം സ്ത്രീപക്ഷ സിനിമ എന്ന് ഞാൻ പറഞ്ഞു. ഒബ്വിയസ്ലി ഇത് സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. ബിക്കോസ് സ്ത്രീപക്ഷം പുരുഷപക്ഷം അങ്ങനെ ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഇന്ന് എന്തെന്നെ പറഞ്ഞാലും സിനിമ ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാറുകൾക്കാണ് ഇപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നായിക എന്ന് വരുന്ന ആൾ ഒരിക്കലും സൂപ്പർ സ്റ്റാറിന്റെ മുകളിൽ പോയതായിട്ട് നമ്മൾ അധികം സിനിമകളൊന്നും കാണാറില്ല. എന്നാൽ ഈ സിനിമ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. ഇതില് നായകനും നായികയും എല്ലാം ഒരു പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നതും ആ കഥ ഡയറക്ടേഴ്സോട് പറയാൻ ശ്രമിച്ചിരിക്കുന്ന കഥ പറഞ്ഞിരിക്കുന്നത് നായികയിൽ കൂടിയാണ്. ആ നായികയിൽ കൂടി ഈ കഥ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്ത്രീപക്ഷ സിനിമ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം. ഇനി ഡയറക്ടർ സാർ പറഞ്ഞിട്ടെ. നേരത്തെ പറഞ്ഞു സ്ത്രീ മനസ്സിലൂടെ കഥ പറയുമ്പോൾ ഒരുപാട് വൈകാരികമായ തലങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയും. അല്ലാതെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യത്യാസമല്ല കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ണകിയിൽ ചർച്ച ചെയ്ത വിഷയം